അപ്പോൾ ഇന്നത്തെ എൻ്റെ യുദ്ധം ഈ കുഞ്ഞു 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 മീനുകളായ നമ്മുടെ കുഴുവയോടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ തട്ടിക്കൂട്ട് മീൻകറി വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതേ കുഴുവ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി എടുക്കുക. ഞാൻ ഇഞ്ചി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അത് കാണിക്കാൻ വേണ്ടി മറന്നുപോയി ഗൈസ്. അപ്പോൾ അതേ ഞാൻ എപ്പോഴും മീൻകറി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. എനിക്ക് ഈ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്ന മീൻകറി അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, തേങ്ങാപ്പാൽ അരച്ച് വയ്ക്കുന്ന മീൻ കറിയാണ് ഇഷ്ടം. അപ്പോൾ ഇത് ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ രണ്ടാം പാലിൽ നന്നായിട്ട് മീൻ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ അതിലേക്ക് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുടംപുളി ഇട്ട മീൻ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ ഇവിടെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. ആ സമയം നോക്കിയതേ നമ്മുടെ മീൻ കറി അവിടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കാച്ചെടുക്കാനുള്ള കൊച്ചുള്ളി ഞാനിവിടെ ഇങ്ങനെ നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഒന്നാം പാൽ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അധികം തിളപ്പിക്കില്ല, അപ്പോൾ തന്നെ ഓഫാക്കും. അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിൽ ഞാൻ നമ്മുടെ കൊച്ചുള്ളി ഇവിടെ ഇങ്ങനെ താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ ഓണാക്കി വെച്ച് നോക്കിയിരുന്നാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതും കൂടി എടുത്ത് നന്നായിട്ട് ഞാനിവിടെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ തട്ടിക്കൂട്ടായിട്ടുള്ള പക്ഷെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.